പേര് രഞ്ജിത്ത് ബാലു എന്നാണ്. ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരു 6-6.5 വർഷത്തോളായി. ആദ്യമായിട്ട് എനിക്ക് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി തന്നുള്ള എന്റെ അപ്ലൈൻ ധനീഷ് മാധവൻ സാറോട് ഒരു നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതേപോലെ എന്റെ സപ്പോർട്ടിങ്, കാരണം ഏത് സമയത്തും എങ്ങനെ വിളിച്ചാലും എന്റെ കൂടെ നിന്നിട്ടുള്ള സുബീർ സാർ, IT സുബീർ സാറും, അവരാണ് എന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ. അതേപോലെ വെല്ലി സാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് അവരാണ്. പേർക്കും രണ്ടുപേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ആദ്യമായിട്ട് എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. കാരണം ഞാൻ ഗൾഫിലിരിക്കുന്ന സമയത്താണ് അത്. അദ്ദേഹം നിങ്ങളെല്ലാരും കേൾക്കുന്ന പോലെ തന്നെ ഫോണിൽ വിളിച്ച് പറയായിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ കുറച്ച് ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊക്കെ കുറച്ച് ആ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ആളെ അറിയാം, എന്റെ അനിയന് സുഹൃത്താണ്. അങ്ങനെ ക്വാളിറ്റി എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയ സമയത്ത് ഞാൻ മേടിച്ചതാണ്. അങ്ങനെ വീട്ടിൽ വാങ്ങിച്ച സമയത്ത് ഞാൻ അവിടെയാണുള്ളത്. അപ്പൊ വൈഫ് വീട്ടിൽ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ച സമയത്ത് എന്റെ ഗൾഫിലുള്ള കൂടെയുള്ള സുഹൃത്ത് എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കില്ലേ, അപ്പൊ നിങ്ങളെ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് വീട്ടുകാർക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഇവിടെയാണുള്ളത്, നിങ്ങളെ അനിയനാണെങ്കിൽ സിംഗപ്പൂരാണുള്ളത്, അപ്പൊ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്, വീട്ടിലാരും ഇല്ല, അപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ച സമയത്ത് എനിക്കും ഒരു സംശയം വന്നു. ശരിയാണ്, അങ്ങനെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും പെട്ടുപോകും എന്നുള്ളൊരു ചിന്തയിൽ വൈഫിനോട് പറഞ്ഞു, ആ ഉള്ളോട്ട് കഴിക്കാനുള്ള പ്രൊഡക്റ്റൊന്നും ഉപയോഗിക്കേണ്ട, പുറത്തോട്ട് കഴിക്കാൻ ഫേസ് വാഷും പുറത്തോട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഫേസ് വാഷും പേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാന്ന് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചു. ഒരു 3 മാസത്തിന് ശേഷം വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പേസ്റ്റ് കൊള്ളാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളോട്ട് കഴിക്കാനുള്ള പല കവചപ്രാശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു. സ്വദേശിവൽക്കരണം വന്ന സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് ഈ ബിസിനസ് നമ്മൾ കേൾക്കുന്ന പോലെ അന്ന് കാലിക്കറ്റ് മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഒരു 100 പേരുടെ ഒരു പ്രോഗ്രാം കേട്ട സമയത്ത് ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേട്ട സമയത്ത് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ ആർക്കൊക്കെയോ കിട്ടുന്നുണ്ട്, പ്രൊഡക്റ്റുകളൊക്കെ കൊള്ളാം എന്നുള്ള ഒരു വിശ്വാസം വന്നു. പതിയെ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജോലിയുടെ കൂടെ, കാരണം ഞാൻ ഇന്ന് വരെ ജോലിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു തട്ടുകട തുടങ്ങുകയാണെങ്കിലും, ഒരു ഹോട്ടൽ നടത്തുകയാണെങ്കിലും, ഒരു പച്ചക്കറി കട നടത്തുകയാണെങ്കിലും, രാവിലെ ഒന്നുകിൽ 9 മണിക്ക്, അല്ലെങ്കിൽ 6 മണിക്ക്, അല്ലെങ്കിൽ 9 മണിക്ക് 10 മണിക്കൊക്കെ തുടങ്ങുന്ന കടകൾ അവസാനിക്കുന്നത് 10 മണി, അല്ലെങ്കിൽ 8 മണി, 9 മണി, 12 മണി എന്നുള്ള സമയങ്ങളിലാണ്. അപ്പൊ ഈ ജോലിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആദ്യമായിട്ട് കേട്ട സമയത്ത് കൊള്ളാൻ തോന്നി. അങ്ങനെ പതുക്കെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്, പ്രൊഡക്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് ശൈലേഷ് ബാലൻ സാറിന്റെ ട്രെയിനിങ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ആദ്യം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ പ്രൊഡക്റ്റുകളൊന്നും പുറത്തോട്ട് കൊടുക്കല്ല ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഉപയോഗിക്കുകയാണെന്ന്. അങ്ങനെ പതുക്കെ കവചപ്രാശൊക്കെ ഞാൻ ഉപയോഗിച്ചു തുടങ്ങി. വളരെ വ്യത്യാസം മനസ്സിലായി. കാരണം എനിക്ക് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അസിഡിറ്റിയുടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചത് കവചപ്രാശും ലിവിഗൈൻ എന്നുള്ള പ്രൊഡക്റ്റാണ്. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്ന സമയത്ത് പതുക്കെ ഓരോ ആൾക്കാരോട് ബിസിനസ് പറയാൻ തുടങ്ങി. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ, ഇപ്പൊ എന്റെ നാട്ടിലുണ്ടായിട്ടുള്ള ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എന്റെ ഒരു സുഹൃത്തിന്, GTS ഒക്കെ കേട്ടിട്ട് വന്നിട്ടുള്ള ഒരു സുഹൃത്തിന് ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് താരനുള്ള ഹെർബൽ നമ്മുടെ ഷാമ്പു ആണ് കൊടുത്തത്. ആ ഷാമ്പു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് കൊടുത്തത്. ആ ഷാമ്പു കൊടുത്തു. ഞാൻ വിചാരിച്ചു നല്ല റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ ആള് പറഞ്ഞു, ബാലു തന്നിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് എന്റെ തലയിലെ താരനൊക്കെ കൂടി, ഭയങ്കര പ്രശ്നമാണ്, അവന്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് ഒന്നും മേടിക്കരുതെന്ന് നാട്ടിൽ മുഴുവൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞോടുകൂടെ കുറെ ആൾക്കാർ എന്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാതായി. പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷയൊന്നും വിട്ടില്ല. കാരണം നമുക്ക് ഒരാളല്ലല്ലോ ബിസിനസ്സിൽ വരെ, കുറെ ആൾക്കാർ വേണ്ടേ. അങ്ങനെ കുറെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ സമയത്ത് അതിലൊരു കൂട്ടുകാര് എന്റെ കൂടെ വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ട് ഒരു സോപ്പും വെൽഹാട്ടും വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ട് ബിസിനസ് പറഞ്ഞിട്ട് ഉള്ള അറിവ് വെച്ച് പറഞ്ഞിട്ട് ഒരു വെൽഹാട്ടും സോപ്പും വാങ്ങിച്ചു. അന്ന് അയാളിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് ഇന്ന് ഏകദേശം NTC ആവാൻ വെറും ഒരു ഓഗസ്റ്റ് മാസത്തോടുകൂടെ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഈ ബിസിനസ്സിൽ വന്ന സമയത്തുണ്ടായി. ഒരാളോടും സംസാരിക്കാത്ത ഞാൻ ഇന്ന് എത്ര പേരോട് വേണമെങ്കിലും സംസാരിക്കുന്ന ലെവലിലോട്ട് മാറി. ഇന്ന് സഞ്ചരിക്കുന്നത്, വരുന്ന സമയത്ത് ഞാനൊരു ജൂപ്പിറ്ററിന്റെ വണ്ടിയാണ് എടുത്തോണ്ടിരുന്നത്, TVSന്റെ. എടുത്തിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന് അത് ആത്മാർത്ഥമായിട്ട് ജോലി കഴിഞ്ഞിട്ട് ഒരു സമയം പോലും ഒഴിവാക്കാണ്ട്, കാരണം ഗൾഫിൽ പോയത് കൊണ്ട് സമയത്തിന്റെ വില കൃത്യമായിട്ട് അറിയായിരുന്നു. കാരണം ഇവിടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ ജോലി എടുക്കുന്ന
പല ആൾക്കാരും നിങ്ങളെ വീട്ടിൽ വരുന്ന ജോലിക്കാർ നോക്കിയാൽ മതി. കാരണം രാവിലെ 7 മണിക്ക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 9 മണിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വരുന്ന സമയം അരമണിക്കൂറോ 15 മിനിറ്റോ വൈകിട്ടായിരിക്കും. പോകുന്ന സമയം അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 15 മിനിറ്റ് മുന്നേ ആയിരിക്കും. അപ്പൊ നമ്മളവിടെ ജോലി 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ജോലിയൊന്നുമില്ല. പക്ഷെ ഗൾഫിൽ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ 12 മണിക്കൂറാണ്. ഒരു മിനിറ്റ് പോലും താഴോട്ടോ പിന്നോട്ടോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ജോലി എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. ജോലി കഴിഞ്ഞിട്ട് ബാക്കി എന്റെ സമയം ഒരു 2, 3, 4 മണിക്കൂർ ഞാൻ ഈ ബിസിനസിന് വേണ്ടി ഡെയിലി ഉപയോഗിക്കാൻ തുടങ്ങി. വീടിനടുത്തുള്ള കല്യാണം, പാലുകാച്ച്, ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോവാണ്ട സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തു. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കട തുറക്കേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മളെ ബിസിനസ് നമ്മൾ തന്നെയാണ് നടത്തേണ്ടത്. അപ്പൊ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഈ ബിസിനസ് പല ആൾക്കാരോടും പറഞ്ഞു. അങ്ങനെ ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങളോട് NTC-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അപ്പൊ ഇന്ന് 10 ലക്ഷത്തിന്റെ മുകളിൽ എല്ലാവരും ഒരു കാറിൽ സഞ്ചരിക്കാനൊക്കെ സാധിക്കുന്നു അതുകൊണ്ട് മാത്രം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ, ഒരാളെ പോലും ഞാനത് പഠിപ്പിക്കാനായിട്ടോ നിങ്ങൾ എന്റെ ഉപദേശമായിട്ടോ ഒന്നും കേൾക്കരുത്. എന്റെ ഈ ബിസിനസ്സിലെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ ടീമില് ഒരുപാട് വലിയ ട്രെയിനിങ് എടുക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉള്ള വലിയൊരു ടീമാണ്. ഇപ്പൊ അനിൽ സാർ ആണെങ്കിലും ശൈലേഷ് ബാലൻ സാർ ആണെങ്കിലും പ്രജീഷ് സാർ ആണെങ്കിലും എല്ലാവരും വലിയ ലെവലിലുള്ള ലീഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ട്രെയിനിങ് എടുക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. എന്റെ ഒരു അറിവ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അച്ചടക്കം പാലിക്കുക എന്നുള്ളതാ മാത്രമേ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളൂ. ആദ്യത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അച്ചടക്കം പാലിക്കുക. അച്ചടക്കമില്ലാതെ ആരൊക്കെ ഏതൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതായത് നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിസിനസ്സിൽ സ്വയം നമ്മളൊരു അച്ചടക്കമില്ലാത്ത വ്യക്തികളായിട്ട് മാറുകയാണെങ്കിൽ വേറെ ആർക്കും അത് തിരുത്തി തരാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താണ് അച്ചടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മീറ്റിങ്ങുകൾ, കാരണം ടീമിന്റെ മീറ്റിങ്ങുകൾ, GTS ആയിക്കോട്ടെ, ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, ടീം മീറ്റിംഗ് ആയിക്കോട്ടെ, പ്രൊഡക്ട് ട്രെയിനിങ് ആയിക്കോട്ടെ, FSS ആയിക്കോട്ടെ, 2-ഡേ ട്രെയിനിങ് ആയിക്കോട്ടെ, RTP ആയിക്കോട്ടെ, RRR ആയിക്കോട്ടെ, എന്ത് ട്രെയിനിങ്ങുകളാണെങ്കിലും അതിലിരുന്നു കൊണ്ട് അതിൽ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു അച്ചടക്കത്തോടെ, കാരണം നമുക്ക് അച്ചടക്കം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ഉണ്ടാവും. 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കൃത്യസമയത്ത് പങ്കെടുക്കുക, മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം പോവുക, നമ്മൾ മീറ്റിംഗിന് ലീവ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അച്ചടക്കം ഉണ്ടെങ്കിൽ നിങ്ങളെ ടീമും നല്ല അച്ചടക്കമുള്ള ഒരു ടീമായിട്ട് മാറും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ കൃത്യമായിട്ട് എല്ലാ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം GTS കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് കൃത്യസമയത്ത് പങ്കെടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും, എക്സ്പീരിയൻസ് പറയാൻ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് എക്സ്പീരിയൻസ് പറയും. നിങ്ങളെ വളർച്ചയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലൊക്കെ നിങ്ങളെ വളർച്ചയിൽ ഏറ്റവും തുടക്കം ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നല്ല അച്ചടക്കമുള്ള വ്യക്തികളായിട്ട് ആദ്യം മാറുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ് പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്ലൈനെ വിളിക്കും, സാറേ ഇന്നൊരു വർക്ക് ഉണ്ട് എന്ന് പറയും. എന്നിട്ട് 2 കൈയും വീശി വെറും കൈയോടെ കൂടെ വരുന്ന ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളൊരു ബിസിനസ് പറയാൻ പോകുന്നുണ്ടെങ്കിൽ വർക്കിന് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടൂൾസുകൾ നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ടൂൾസുകൾ നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം നിർബന്ധമായിട്ടും. കൃത്യമായിട്ടുള്ള ഒരു ടൂൾസുകൾ, കാര്യം ഒരു പ്രൊഡക്റ്റ് ഫയൽ നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. ഒരു പ്രൊഡക്റ്റ് ഫയൽ ഉണ്ടാവണം. 2, ഈ ബിസിനസ് പറയാനായിട്ടുള്ള പ്ലാൻ പറയാനായിട്ടുള്ള, ബിസിനസിന്റെ വട്ടം വരച്ച് പ്ലാൻ പറയാനായിട്ടുള്ള ഒരു സ്ക്രിബ്ലിംഗ് പാഡ് അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ, ഒരു പെന്ന്, നല്ലൊരു പെന്ന് എന്ന് പറയുന്ന ഒരു 150-200 രൂപയുടെ ഒരു പെന്ന് നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതേപോലെ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബുക്കുകളും പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം. 2025 ഫെബ്രുവരി 19 നമ്മളെ സർക്കാർ പരസ്യം ചെയ്തിട്ടുള്ള പേപ്പറുകളിലൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ പേപ്പറുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഒരു 5-6 പേപ്പറൊക്കെ നമ്മളെ കയ്യിൽ എടുത്തു വെച്ച് അതൊരു ഫയലാക്കി മാറ്റി നമ്മളെ ബിസിനസ്സിലെ ലീഡേഴ്സിന്റെ കാര്യങ്ങളൊക്കെ, ഫോട്ടോ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ മൊബൈലില്, വീഡിയോ കാര്യങ്ങളൊക്കെ മൊബൈലിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ ടൂൾസുകളായിട്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടറോടും ലെവലിൽ മുതലുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നു. ടൂൾസുകൾ നിർബന്ധമായിട്ടും കയ്യിൽ വേണം. വായുന്ന് നമുക്ക് വിഭൂതി എടുക്കുന്ന പോലുള്ള പരിപാടികൾ ഈ ബിസിനസ്സിന് പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഒരാളും നമ്മളെ കൂടെ ബിസിനസ്സിൽ
വരൂല. കാരണം നിങ്ങൾക്ക് പണിയെടുത്തു എന്ന് തോന്നും, പക്ഷെ റിസൾട്ട് ഉണ്ടാവില്ല. കാരണം പണിയെടുത്തു ആത്മാർത്ഥമായിട്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഒരു ഇരുമ്പിനെ പഴുപ്പിക്കുന്ന സമയത്താണ് ഏറ്റവും മനോഹരമായിട്ട് അടിച്ച് അതിന്റെ ഷേപ്പാക്കി, ഏത് ഷേപ്പിലാണോ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിലേക്ക് ആക്കി മാറ്റുന്നത്. പച്ച ഇരുമ്പിന് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് പൊട്ടിത്തെറിക്കും, അല്ലെ നമ്മുടെ ഷോൾഡർ വേനയാവും എന്നുള്ളത്. അപ്പൊ നിങ്ങളെ കയ്യിൽ എല്ലാ കാര്യങ്ങളും വേണം. കാരണം ഒരു ഇരുമ്പിനെ പഴുപ്പിക്കാനായിട്ടുള്ള, ഒരു സാധാരണക്കാരായ വ്യക്തിനെ പഴുപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ടൂൾസുകളൊക്കെ നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നു, സെയിൽസ് കണ്ടെത്താനുള്ള ആഗ്രഹം തീവ്രമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഒരു പുതിയ ഒരു വ്യക്തിയെ കാണാനായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തീവ്രമായിട്ട് വേണം എന്നുള്ളതാണ്. അത് ഏത് റാങ്കിലാണെങ്കിലും പുതിയ ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, GTSന് കയറ്റിക്കൊണ്ടിരിക്കുക, ട്രെയിനിങ്ങിന് കയറ്റിക്കൊണ്ടിരിക്കുക, നമ്മളെപ്പോലെ ആക്കാനായിട്ട് അവരെ കൂടെ നമ്മൾ നിന്നു കൊടുക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ആളുകളെ, പുതിയ സെയിൽസ് കണ്ടെത്താനുള്ള ഒരു ആഗ്രഹം നമ്മുടെ തീവ്രമായിട്ട് നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഒരു ദിവസം നമ്മൾ കൊണ്ടുവരുന്ന സെയിൽസിന്റെ വോളിയമാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. ടീം കൊണ്ടുവന്നോട്ടെ, അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബിസിനസിന്റെ ഒരു വോളിയം, അതൊരു നമ്മളെ വിജയത്തിൽ സ്പീഡ് കൂട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ബിസിനസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു ബിൽഡിങ്ങിന്റെ കോൺട്രാക്ട് വർക്ക് എടുത്തു. ഒരു 50 പേരെ വെച്ച് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു 10 പേരെ വെച്ച് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ 10 പേരും ചെയ്യുന്ന വർക്കിംഗ് അവർ ആണ് നമുക്ക് നമ്മുടെ ഇൻകം ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും അറിയാം. അതിന്റെ കൂടെ 11ാമനായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ അവിടെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അവരെ കൂടെ നമ്മളൊന്ന് കൈവയ്ക്കുകയാണെങ്കിൽ, 11ാമനായിട്ട് നമ്മൾ കൈവയ്ക്കുകയാണെങ്കിൽ, ആ പ്രവൃത്തി മണിക്കൂർ കൂടെ, നമ്മൾ വെറുതെ കളയുന്ന പ്രവൃത്തി മണിക്കൂർ കൂടെ നമുക്ക് കിട്ടും, ഇല്ലേ? നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും കിട്ടില്ലേ? അതേപോലെ നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങളെ ടീം കൊണ്ടുവരുന്നുണ്ട്, സെയിൽസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒരു ബിസിനസ് വോളിയമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിന് സ്പീഡ് കൂട്ടും എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ബിസിനസ് പറയാനായിട്ട് പല ആൾക്കാരോടും, എനിക്ക് 4ാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ് പറയാനായിട്ട് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ആൾക്കാരുടെ ബിസിനസ് പറയുന്നത് അവര് ചെയ്യുന്നില്ല സാർ, അയാൾ ചെയ്യുന്നില്ല, അയാൾ വെറുതെ വന്നതാണ്, എനിക്ക് എന്നെ കൊണ്ട് ഇനി സാധിക്കില്ല അവനെ നന്നാക്കാനായിട്ട്. ഇതൊക്കെ ഇങ്ങനെ ഞാൻ പല ആൾക്കാരോടും പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ബിസിനസ് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ചെയ്യാൻ മനസ്സും താല്പര്യവുമുള്ള 2 പേരെ കണ്ടെത്തുന്നവരെ നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാനായിട്ട് മനസ്സും താല്പര്യവുമുള്ള 2 പേരെ കണ്ടെത്തുന്നവരെ നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇത് ഒന്നും കൂടെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും 1-2 ആൾക്കാരെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ട് അവരിനി ചെയ്തോളും എന്നുള്ള ചിന്താഗതി നമ്മളെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ഈ ബിസിനസ് അങ്ങനെ അവർ ചെയ്തോളണം യാതൊരു നിർബന്ധമില്ല. ഞാൻ ഈ പറഞ്ഞ 2 ടൈപ്പ് ആളുകളെ കിട്ടുന്നത് വരെ നമ്മൾ ബിസിനസ് പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ നമ്മൾ ഈ 2 പേരെ കിട്ടാനായിട്ട് ചിലപ്പോൾ ഒരു 100 പേരെയോ 200 പേരെയൊക്കെ നമ്മൾ ലിസ്റ്റ് ഇട്ട് കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ ലേശം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൊരു വിജയം വരുന്ന സമയത്ത് നമുക്കൊരു സുഖമുണ്ടാവുക. കാരണം ഈ ബിസിനസ്സിൽ ഒരു ലീഡറായിട്ട് ഒരാൾ വളർന്നു വരുമ്പോഴത്തേക്കും ഒരു 3 മുതൽ 6 മാസം വരെ, 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ സമയമെടുക്കും. അപ്പൊ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഒരാളുടെ ഈ 2 പേരെ, നമ്മളെ ലെഫ്റ്റിലും റൈറ്റിലും കണ്ടിട്ടുള്ള ഈ 2 പേരെ നമ്മൾ കണ്ടെത്തുന്നവരെ നമ്മൾ ബിസിനസ് പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഈ 2 പേരും, നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കൂടെ ഒരു 3 മാസം അല്ലെങ്കിൽ 1 മാസവും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും, കാരണം അയാള് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അയാള് ഈ ബിസിനസ്സിൽ താല്പര്യമുള്ള ആളാണോ, ഈ മനസ്സുള്ള ആളാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഒരു 1 മുതൽ 3 മാസം വരെ നമ്മൾ ഒരാളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, കാരണം അയാളെ പ്ലാൻ കൊടുക്കാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടാവും, ഹോം മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടാവും, GTSന് പങ്കെടുക്കുന്നുണ്ടാവും, പ്രൊഡക്ട് ട്രെയിനിങ്ങിന് പങ്കെടുക്കുന്നുണ്ടാവും. അത് വിത്ത് ഗസ്റ്റോട് കൂടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ നിങ്ങളെ കൂടെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്നു. ആ സമയത്ത് അയാൾ സീരിയസ് ആയിട്ട്
സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് ബിസിനസ്സിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു വ്യക്തി നമ്മളെ കൂടെ ബിസിനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നമ്മളെ കൂടെ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവം, ലോകത്തിലിരിക്കുന്ന നമ്മുടെ ഒരു ശക്തി, ആ ശക്തി നമ്മളെ കഷ്ടപ്പാട് മാറ്റാനായിട്ട് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം എൻ്റെ ഉണ്ട്. കാരണം ഒരാൾ നിങ്ങളെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കഷ്ടപ്പാട് മാറ്റാനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാളെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക, അയാളെ സഹായിച്ചു കൊടുക്കുക, അയാളെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. ഒരു ഒരു എന്താ പറയാ, ഒരു വിട്ടുവീഴ്ച പോലും നിങ്ങൾ അതിനകത്ത് ഉണ്ടാവരുത്. സഹായിച്ചു കൊടുക്കുന്നതിനും അവരെ പിന്നെ എന്താ പറയാ, കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും നമ്മളൊരു വിട്ടുവീഴ്ച പോലും ചെയ്യരുത്. കാരണം ആ വന്ന വ്യക്തിയേക്കാൾ ആവേശത്തോടു കൂടെ അയാളുടെ കൂടെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ ഈ ബിസിനസ്സിൽ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറെ ആൾക്കാർ ഈ ബിസിനസ് ചെയ്യും, കുറെ ആൾക്കാർ ചെയ്യില്ല. കുറെ ആൾക്കാർ നിങ്ങൾ ബിസിനസ് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് ഒഴിവാക്കിയതാണ്, ഞാൻ ഇതൊക്കെ ചെയ്ത് നിർത്തിയതാണ് എന്നൊക്കെ പറയുന്ന കുറെ ആളുകളെ നിങ്ങൾ കാണും. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഈ ബിസിനസ്സിൽ നിന്ന് ആദ്യത്തെ വിട്ടുപോകുന്നത്. അതായത് പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഈ ബിസിനസ്സിൽ നിന്ന് ആദ്യം വിട്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഈ ബിസിനസ് പറഞ്ഞ് കുറെ ആൾക്കാരെ കൊണ്ടുവന്നു, കുറെ ആൾക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറയും അല്ലെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അറിയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ഈ ബിസിനസ് പറയാ. നമ്മൾ ചായ കുടിക്കാൻ കയറുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ചായ കുടിക്കാൻ കയറുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ചായക്കടയിലേക്ക് കയറും. കാരണം അയാളായിട്ട് ബന്ധം വെച്ചിട്ട് അയാളോട് ഈ ബിസിനസ് പറയും. മുടി വെട്ടാൻ കയറുകയാണെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ബാർബർ ഷാപ്പിലേക്ക് കയറും. അവിടെ കയറുന്ന സമയത്ത് അയാളോട് ഈ ബിസിനസ് പറയും. പെട്രോൾ അടിക്കാൻ കയറുകയാണെങ്കിൽ എന്താ പെട്രോൾ പമ്പിൽ സ്ഥിരമായിട്ട് ഒരു പെട്രോൾ പമ്പിലേക്ക് കയറും. അവിടെ ഉള്ള ഒന്നോ രണ്ടോ ആൾക്കാരോട് നമുക്ക് ഇങ്ങനെ ബിസിനസ് പറയാം. നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുന്ന സമയത്ത് ആ സ്ഥിരമായിട്ട് ഒരു പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുള്ളൂ. കാരണം അങ്ങനെ ഒരു ബന്ധമായിട്ട് അവരോട് ഈ ബിസിനസ് പറയാം. മീൻ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവരോട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു മീൻ കടയിൽ നിന്ന് വാങ്ങിക്കുള്ളൂ, അവരില്ലാത്ത ദിവസം വേറെ വാങ്ങിക്കൂട്ടോ. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളോട് നമ്മൾ ഇങ്ങനെ നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങളാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഈ ബിസിനസ് വേഗത്തിൽ വിട്ടുപോകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പൊ പേഴ്സണൽ ആയിട്ട് നിങ്ങൾ അറിയുന്ന ആൾക്കാരോടൊക്കെ ഈ ബിസിനസ് നിങ്ങൾ പറയുന്നുണ്ടാവും. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും മോശപ്പെട്ട വ്യക്തികളല്ല. പക്ഷെ അത് ചെയ്യാൻ അറിയാത്ത കുറെ ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടു പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ആ കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ചില ആൾക്കാർ എന്താ പറയാ, ചില ആൾക്കാർ കൂടുതലായിട്ടും സംസാരിക്കുന്ന ആളുണ്ടാവും. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. കാരണം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ആളുകളെ നമ്മൾ ബോറടിപ്പിക്കരുത്. വാക്കുകൾ പരിധിയിൽ നിർത്തുക എന്ന് പറയും. അപ്പൊ ഒരു വാക്കുകൾക്ക്, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വാക്കുകൾ പരിധിയിൽ നിർത്തുക. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ചില അസോസിയേറ്റിന്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ അവരോട് ബിസിനസ് പറയാൻ പറയുന്ന സമയത്ത് അവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങ് കയറിപ്പോവും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ കുറെ സംസാരിക്കുന്നത് കൊണ്ടല്ല ഒരാള് നമ്മളെ കൂടെ ബിസിനസ്സിൽ വരുന്നത്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാക്കുകൾ നിങ്ങൾ പരിധിയിൽ നിർത്തുക. ഒരാളടുത്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം നമ്മളൊരു 10-25 മിനിറ്റ്, മാക്സിമം ഒരു അരമണിക്കൂർ നമ്മളെ കാര്യം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ബാക്കി സമയം അയാളെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒരു അലസോരം ഉണ്ടാവും. കാരണം ഇയാളെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ വാക്കുകൾ എപ്പോഴും കൃത്യമായിട്ട് അളന്നു തൂക്കി സംസാരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം. ഓവറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ കൂടെ ബിസിനസ്സിൽ വരില്ല. വെറുതെ ആളുകൾ ഒരു എന്താ പറയാ, റേഡിയോ ആയി മാറും നമ്മൾ. അപ്പൊ വാക്കുകൾ കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് നിങ്ങളോട് പ്രധാനപ്പെട്ട എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി റിസൾട്ട് ഉണ്ടാക്കിയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ബിസിനസ് കൊടുത്തു, പ്ലാൻ കൊടുത്തു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുത്തു, ഇങ്ങനെ പല കാര്യങ്ങളും ഈ ബിസിനസ്സിൽ ചെയ്യാനുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്തായി എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണം അല്ലെ.
അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മൾ അപ്ലൈൻ്റെയും കൂടി ബിസിനസ് അല്ലേ, നമ്മൾ അപ്ലൈൻ ചിന്തിച്ചോളുന്നു. അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളെ ടീമാണ്. എന്റെ ടീം എന്ന് പറയുന്നത്, എന്റെ ഓർഗനൈസേഷൻ 1ഉം 2 എന്ന് പറയുന്നത് അത് എന്റെ ടീമാണ്. എന്നിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ടീമാണ്. ഞാൻ അത് താഴോട്ട് മാത്രം നോക്കിയാൽ മതി, മുകളിലോട്ട് ഞാൻ നോക്കണ്ട. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ ഭാഗ്യം എന്ന് മാത്രം ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇടക്കിടക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ചെയ്ത പ്രവൃത്തി റിസൾട്ട് ആയിട്ടുണ്ടോ എന്ന് ഇടക്കിടക്ക് ചിന്തിച്ചു നോക്കണം. എത്ര പ്രവർത്തിച്ചു എന്നതിന് പകരം ആ പ്രവൃത്തി എന്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നതാണ് പ്രധാനം. എത്ര നിങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ള അതിന് പകരം ആ പ്രവൃത്തി എന്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പല ആൾക്കാരോടും ഞാൻ ബിസിനസ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് ലീഡേഴ്സ് പറയും, സാറേ ഞാൻ ഇത്ര ആളോട് പ്ലാൻ കൊടുത്തു, ഇത്ര ആളെ ബിസിനസ് പറഞ്ഞു, ഇത്ര ആളെ GTS കേൾപ്പിച്ചു, ഇത്ര ആൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, പക്ഷെ അതെന്ത് പറ്റി എന്നുള്ളത് പല ആൾക്കാരും ചിന്തിച്ചു നോക്കാറില്ല. എന്തുകൊണ്ടാണ് അവർ ബിസിനസ്സിൽ വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ബിസിനസ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അവർ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തത് എന്നുള്ള ചിന്തകൾ നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചു നോക്കണം. ഇടയ്ക്ക് അവരെ പോയി കാണാനായിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പല ആൾക്കാരും ഈ ബിസിനസ്സിൽ, ഇതൊന്നും ഞാൻ നിങ്ങളോട് കുറ്റപ്പെടുത്തുന്നോ കാര്യങ്ങൾ പറയുന്നോ ഒന്നും അല്ല, എന്റെ ടീമിൽ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് വരരുത് എന്നുള്ള ചിന്ത കൊണ്ട് പറയുന്നതാണ്. കാരണം പല ആൾക്കാരും ഈ ബിസിനസ്സിൽ, അടുത്തൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്, പല ആൾക്കാരും ഈ ബിസിനസ്സിൽ ഒന്നുകിൽ ബൈക്കായിരിക്കും അല്ലെങ്കിൽ കാറിലായിരിക്കും പോകുന്നത്, അല്ലെ? ഈ ബിസിനസ്സിൽ പല ആൾക്കാരും ആ ബൈക്കിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെ ബൈക്കിൽ ഉണ്ടാവേണ്ടത് നിങ്ങളെ സ്പോൺസർ, നിങ്ങളെ അപ്ലൈനും അല്ല, നിങ്ങളെ അസോസിയേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ ബിസിനസ് പറയാൻ അറിയെങ്കിൽ, ഈ പ്രൊഡക്റ്റ് പറയാൻ അറിയെങ്കിൽ, നിങ്ങളെ ബൈക്കിൽ നിങ്ങൾ പ്ലാൻ പറയാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ അസോസിയേറ്റ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, നിങ്ങൾ അപ്ലൈൻ അല്ല. നിങ്ങളെ അപ്ലൈൻ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ അപ്ലൈൻ ആണ് ബിസിനസ് പറയുന്നെങ്കിൽ അപ്ലൈൻ ആണ് വളർച്ച ഉണ്ടാവുക, അല്ലേ? നമ്മൾ നോക്കുക, നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലുള്ള രണ്ട് ശക്തരായിട്ടുള്ള കരുത്തരായിട്ടുള്ള രണ്ട് ലീഡേഴ്സിനെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, അല്ലെ? അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. നേരെ മറിച്ച് അതിന് പകരം നമ്മളെ ബൈക്കിന്റെ പിറകിൽ നമ്മളെ അസോസിയേറ്റ് ആണ് കയറി ഇരിക്കുന്നെങ്കിൽ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അയാൾ പഠിക്കുകയും അയാൾ മനസ്സിലാക്കുകയും, നാളെ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും, അയാൾ സീരിയസ് ആയിട്ട് നിങ്ങളെ കൂടെ കാര്യങ്ങൾക്ക് വരും. എന്നാൽ നിങ്ങളെ അപ്ലൈൻ ആണ് നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ, നാളെ നിങ്ങളെ അസോസിയേറ്റും ഇതേപോലെ യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ അപ്ലൈൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും, ബിസിനസ്സിലെ കൊണ്ടുവരും, എന്താണ് ഇത് ക്ലോസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവിടെ നമ്മളെ കൂടെ വരുന്ന രണ്ടാൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിൽ, നാളെ അവരും ഇതേപോലെ നിങ്ങൾ പറയുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഏറ്റെടുത്തു ചെയ്യും എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഹോം മീറ്റിംഗ് എടുക്കുന്നു, നിങ്ങൾ ഒരാളോട് ബിസിനസ് പറയുന്നു, ഒരാളുടെ സെയിൽസ് ക്ലോസ് ചെയ്യുന്നു, അയാൾക്ക് ഓഫീസിൽ പോയിട്ട് സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ അസോസിയേറ്റും ഇതേപോലെ ചെയ്യും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്, അല്ലെ? നമ്മൾ നല്ല കാര്യങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ പല ആൾക്കാരും, ഇപ്പൊ എന്റെ ടീമിലും പല ആൾക്കാരും ലീഡർ വരാനായിട്ട് കാത്തിരിക്കും. ലീഡർ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഒരു പേടിയാണ് മനസ്സിൽ. ഈ ബിസിനസ്സിൽ പേടിയും മടിയും രണ്ടും മാറ്റി വെക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം. അപ്പോ പേടിയും മടിയും നമ്മൾ മാറ്റി വെക്കുക, നമ്മൾ തന്നെ പറഞ്ഞു തുടങ്ങുക. കുറെ കാര്യങ്ങൾ തെറ്റിപ്പോവും, തെറ്റു പറ്റും, അബദ്ധങ്ങൾ പറ്റും, ഇതൊക്കെ പറ്റിക്കോട്ടെ, കുഴപ്പമില്ല, മനുഷ്യനല്ലേ. ഈ തെറ്റുകളൊക്കെ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരാളെയും പേടിച്ച് പറയാൻ മടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ പല സമയങ്ങളും പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. പല ആളുകൾക്കും പല പ്രതിസന്ധികളും വരും. ദാരിദ്ര്യത്തിലും സമ്പന്നതയെ കുറിച്ച് ചിന്തിക്കാനും സ്വപ്നം കാണാനും കഴിഞ്ഞാലേ രക്ഷപ്പെടൂ. ദാരിദ്ര്യം ഉണ്ടാവും, പക്ഷെ ആ ദാരിദ്ര്യത്തിലും സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാലേ രക്ഷപ്പെടൂ എന്നുള്ളതാണ്. സാഹചര്യം എല്ലാവർക്കും ഒരേപോലെയാണ്, പക്ഷെ ആ സാഹചര്യം മാറ്റാൻ ആരൊക്കെയാണോ പ്രയത്നിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, അവരെ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. നിങ്ങൾക്കും എനിക്കും സാഹചര്യം ഒരേപോലെയാണ്, പക്ഷെ പല ആൾക്കാരും പറയും സാഹചര്യം ഒരു മല അല്ല. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾക്കും എനിക്കും 24 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾക്കും എനിക്കും 2 കൈയും 2 കാലും ഉള്ളൂ.
രണ്ട് രണ്ട് കണ്ണും വായയും മൂക്കും ചെവിയും എല്ലാം ഒരുപോലെയാണ് അല്ലെ. നമ്മൾ ദൈവത്തിന്റെ ഒരു വരദാനം കിട്ടിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ അവർ പോലും പ്രവർത്തിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സാഹചര്യം എന്തായിക്കോട്ടെ, അതിനെ മറികടക്കാനുള്ള ഒരു പ്രയത്നം നിങ്ങളുടെ ഭാഗത്ത് ആരൊക്കെയാണോ ചെയ്യുന്നത് അവരായിരിക്കും ഈ ബിസിനസ്സിലും ജീവിതത്തിലും വിജയിക്കുക എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഈ ബിസിനസ്സിൽ നല്ല സംസാരിക്കാൻ പറ്റും, കാണാൻ പറ്റും, രണ്ട് കൈ കൊണ്ടുണ്ട് നമ്മളെ ഭക്ഷണം കഴിക്കാൻ പറ്റും, നമുക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഈ ബിസിനസ്സിൽ പ്രയത്നിക്കാതിരുന്നാൽ, വെറും നമ്മളെ വീട്ടിൽ സ്വപ്നം കണ്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരിക്കൽ പോലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി, നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരാഴ്ച 168 മണിക്കൂറുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പല പല ആഴ്ചയിൽ 7 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ ഈ ബിസിനസ്സിൽ വേണ്ടി പ്രവർത്തിക്കുക. കാരണം നിങ്ങളുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ 10 അക്ക ID നമ്പർ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കടയാണ്. ആ കട 5 ദിവസം, ആഴ്ചയിൽ 7 ദിവസവും തുറക്കേണ്ട കടയാണ്. പക്ഷെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നിങ്ങൾ തുറക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തുറക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കച്ചവടം കുറവോ, നിങ്ങളെ കൂടെ ആളുകൾ, ബിസിനസ്സിൽ പുതിയ ആളുകൾ നിങ്ങളെ കൂടെ വരാത്തതിന്റെ കാരണം. പക്ഷെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ ഈ ബിസിനസ്സിൽ വരും. അതൊക്കെ മറികടക്കാനായിട്ടുള്ള ശക്തി നിങ്ങളെ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പല സമയങ്ങളിലും നമ്മൾ തളർന്നു നിൽക്കുന്ന സമയത്ത്, തകർന്നു നിൽക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ കത്തിച്ചു വളിച്ച ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന്റെ കൂടെ നമ്മളെ ലീഡേഴ്സ് നമ്മുടെ കൈ പിടിക്കാനായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ അവര് നമ്മളെ കൂടെ ഉണ്ടാവും. അവരെ കൂടെ നിങ്ങൾ നിന്നു കൊടുത്തു കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങൾ ഏത് ലെവലിലോട്ട് മാറും, നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്ന ഒരു സമയം നിങ്ങളെ മുന്നിൽ സംജാതമായിട്ട് വരും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. കാരണം എന്റെ സ്വപ്നം എന്ന് പറയുന്നത് അത് എന്റെ അച്ഛന്റെ സ്വപ്നമല്ല, എന്റെ അമ്മയുടെ സ്വപ്നമല്ല, എന്റെ ഭാര്യയുടെ സ്വപ്നമല്ല, എന്റെ മക്കളുടെ സ്വപ്നമല്ല, അത് എന്റെ മാത്രം സ്വപ്നമാണ്. അതുകൊണ്ട് അത് എന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാനത് കുറ്റമായിട്ട് പറയുന്നതല്ല, ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാർ എടുക്കാൻ പോയ സമയത്താണ് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം കാർ എടുക്കുന്ന സമയത്ത് ഞാൻ ട്രയൽ ഓടിക്കാൻ പോയി. അപ്പൊ അൾട്രോസ് എന്ന വാഹനമാണ് ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്. പക്ഷെ ഞാൻ എടുക്കാനായിട്ട്, എനിക്ക് ഈ അൾട്രോസ് എന്ന വാഹനം എടുക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നെക്സോൺ എന്ന കാറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആദ്യം. അപ്പോ ആദ്യമായിട്ട് ഞാൻ ബുക്ക് ചെയ്തത് നെക്സോൺ എന്ന കാറാണ്. പക്ഷെ എന്റെ ഉള്ളിൽ കിടക്കുന്നത്, ഓടിച്ചത് കൊണ്ട് അൾട്രോസ് ആണ് എന്റെ എനിക്ക് അതിലേക്കൊരു ഇത് വന്നു അങ്ങനെ. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തു, ബുക്കിംഗ് മാറ്റി ഞാൻ അൾട്രോസ് എടുത്തു. അപ്പോ എന്റെ വൈഫ്, കാരണം ഈ കാർ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ സ്വപ്നം എന്റേത് മാത്രമാണെന്ന് പറയുന്ന കൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത്. വൈഫ് എന്നോട് പറഞ്ഞു, എന്തിനാണ് 10 ലക്ഷത്തിന് മുകളിലൊക്കെ വില വരുന്ന കാർ എടുക്കുന്നത്, നമുക്കൊരു 2 ലക്ഷത്തിന്റെ കാർ എടുത്താൽ പോലെ, എനിക്ക് അതിന്റെ സൈഡിൽ ഇരുന്ന് യാത്ര ചെയ്താൽ മതി. അപ്പോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം സുഹൃത്തുക്കളെ, നിങ്ങളെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളെ ഓരോ വ്യക്തികളുടെയാണ്. നിങ്ങളുടെ അച്ഛന്റെ അല്ല, അമ്മേന്റെ അല്ല, അയൽവാസിന്റെ അല്ല, മക്കളുടെ. അപ്പൊ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ പ്രവർത്തിക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി കഠിനമായിട്ട് പ്രവർത്തിക്കുക. മറ്റുള്ള ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളെ ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ല. കാരണം ഈ ബിസിനസ്സിൽ എന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ എന്റെ ലീഡേഴ്സ് ഒക്കെ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് ഞാൻ ധനീസാറെ കാറ് പോകുന്ന സമയത്താണ്, പലട്ടാ എന്നെ അങ്ങനെയാ വിളിക്കുക, ഒരു കാർ എടുക്കണ്ടേ, പുതിയൊരു കാർ എടുക്കണ്ടേ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എന്റെ സ്വപ്നവും പൊട്ടിമുളച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളും കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു കല്ലെടുത്ത് മുകളിൽ കൊണ്ടുവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ബിസിനസ് കുറെ ആൾക്കാരോട് പറഞ്ഞാൽ മതി, കുറെ ആൾക്കാർ റിജക്ട് ചെയ്യും. പക്ഷെ ആ ആളുകളൊക്കെ നാളുകളിൽ, ഇന്ന് നിങ്ങൾ കാർ എടുത്തു കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങളെ കൂടെ ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷെ നമ്മൾ മുന്നോട്ട് പോവുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള സമയത്തും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കരുത്. എല്ലാ വാഹനങ്ങൾക്കും ഒരേ വേഗതയല്ല.
എല്ലാ വാഹനങ്ങൾക്കും ഒരേ വേഗതയല്ല. പക്ഷെ നമ്മൾ കുറെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൃത്യപോലെ പോയി കഴിഞ്ഞാൽ, നമ്മൾ എവിടെയും നിർത്താതെ വാഹനം പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ അവിടെ നമ്മൾ എത്തിയിരിക്കും. അത് മെല്ലെയാണെങ്കിലും എത്തും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഈ ബിസിനസ്സിലെ കാര്യം പറയാനായിട്ടുള്ളത്. അപ്പൊ ഈ ബിസിനസ്സിൽ നിങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങളെ യാത്ര എവിടെയാണോ അവസാനിപ്പിക്കേണ്ടത് അവിടെ അവസാനിപ്പിക്കുക. അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാവും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.